നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ നോക്കാം. വഖഫ് നിയമത്തിനെതിരായ ഹർജികൾ ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ. വാദം തുടരും. ഇടക്കാല ഉത്തരവിന് സാധ്യത. ഹർജികൾ പരിഗണിക്കുക ഉച്ചയ്ക്ക് ശേഷം. വടക്കൻ ഗാസയിൽ ഹമാസിനെതിരെ തെരുവിൽ പലസ്തീനികളുടെ പ്രതിഷേധം. ആക്രമണം നിർത്തണമെന്ന് ബാനറുകൾ. സ്വതന്ത്രമായി ജീവിക്കണമെന്ന് മുദ്രാവാക്യം. ഹമാസിനെ പിന്തുണച്ചവർക്കെതിരെ അമേരിക്കൻ ഭരണകൂടം. വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി. ജീവിക്കാനുള്ള വഴി തേടി സമരം ശക്തമാക്കാൻ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ. മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് പൂർണ്ണ യോജിപ്പില്ല. പൊഴി മുറിക്കണമെന്ന സർക്കാർ ആവശ്യവും തള്ളി. ജോലി നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ആലോചിക്കാമെന്ന് മന്ത്രി സജി ചെറിയാൻ. വെള്ളാപ്പള്ളി സാർ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഇടതുപക്ഷത്തിന് വിരുദ്ധമായ നിലപാടുകൾ വളരെ കുറവാണ്. ഇപ്പം 100 കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 30 കാര്യങ്ങൾ ചിലപ്പോൾ എതിര് കാണും, പക്ഷേ ഭൂരിപക്ഷം അനുകൂലമാണ്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ വെള്ളാപ്പള്ളിയെ ശരിവെച്ച മന്ത്രി സജി ചെറിയാനും. സൗദിയിൽ വാങ്ക് വിളിക്കില്ലെന്ന പരാമർശത്തിൽ പ്രിയപ്പെട്ടവർ പോലും കേരളത്തിലെ പള്ളിയിൽ മൈക്ക് പുറത്തുവിടും. ഞാൻ അവിടെ ചെന്ന ഈ മൈക്ക് കണ്ടില്ല. ബാങ്ക് വിളിക്കുന്നുണ്ടോ? അത് പരസ്യമായിട്ട് തന്നെ ബാങ്ക് വിളിക്കുന്നു. എനിക്ക് ആ പറഞ്ഞപ്പോൾ ഒരു അക്ഷര പെശവ് വന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ പള്ളികൾ ഏതെങ്കിലും ഒരു നേരത്താണ്. മറ്റേ ബാങ്ക് വിളിയെല്ലാം അവിടെ എല്ലാ പള്ളിയിലും ഞാൻ കേട്ടു. രാജിക്ക് വഴിവെച്ച ഭരണഘടനാ പരാമർശത്തിൽ ചതിക്കപ്പെട്ടെന്നും മന്ത്രി. ഞാൻ ചതിക്കപ്പെട്ടു പോയെന്നുള്ള വസ്തുത വേറെ കാര്യം, അത് പുറത്തു കൊടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ ആ പറഞ്ഞ ഫുൾ ടെസ്റ്റ് പ്രസംഗം കേട്ടാൽ ഞാൻ ഭരണഘടനയെ ഒരിക്കലും നിന്ദിച്ചിട്ടില്ല, അവമാനിച്ചിട്ടില്ല. ആ ഫുൾ ടെസ്റ്റ് കേൾക്കണം. മന്ത്രിയുടെ തുറന്നു പറച്ചിൽ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ. സിനിമാ സെറ്റിലെ ലഹരി. നടനെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ വിവരം തേടി എക്സൈസ്. തെളിവ് കിട്ടിയാൽ കേസെടുക്കാൻ തീരുമാനം. വർഷമായി ഇഴഞ്ഞ നിലമ്പൂർ ബൈപ്പാസിന് ഇപ്പോൾ പണം അനുവദിച്ച സർക്കാർ. നീക്കം ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ അനുവദിച്ചത് 227 കോടി. തിരക്കിട്ട തീരുമാനം നാട്ടുകാരുടെ വോട്ട് ബഹിഷ്കരണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ. ആലപ്പുഴയിൽ ഉടമയെ അറിയാതെ ആധാരം ജാമ്യം വെച്ച് KSFE ഉദ്യോഗസ്ഥന്റെ വൻ തട്ടിപ്പ്. കലവൂർ സ്വദേശിനിയുടെ ആധാരം ഉപയോഗിച്ച് ചിട്ടിപ്പണം പിൻവലിച്ചു. തുക തിരിച്ചടയ്ക്കാത്തതിനാൽ സ്ഥലം ഉടമയ്ക്ക് ജപ്തി നോട്ടീസ്. മറുപടി നൽകാനാകാതെ KSFE. കേസെടുത്ത് പോലീസ്. IPLിലെ സൂപ്പർ ഓവർ പോരിൽ രാജസ്ഥാനെ തോൽപ്പിച്ചു ഡൽഹി. സഞ്ജു പരിക്കേറ്റ് പുറത്ത്. ചാമ്പ്യൻസ് ലീഗ് സെമി ലൈനപ്പായി. ഇന്ററും ആഴ്സണലും മുന്നോട്ട്. റയലിനും ബയേണിനും നിരാശ. വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും. കേന്ദ്ര സർക്കാരിന്റെ വാദം കൂടി കേട്ട ശേഷമാകും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദ്യങ്ങൾ കൊണ്ട് വിറപ്പിക്കുകയായിരുന്നു. കേന്ദ്രത്തിന് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അഴിയായിരുന്നു ഇന്നലെ സുപ്രീം കോടതിയിൽ. അതിൽ ഈ ഭേദഗതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകൾ അത് റദ്ദ് ചെയ്തേക്കും. അതിനുള്ള ഇടക്കാല ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ മുന്നിൽ കാണുന്നത്? എങ്ങനെ പ്രതിരോധിക്കാനാകും കേന്ദ്രത്തിനെതിരെ? ആര്യ, വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നിർണായക ദിനമാണ്. കാരണം ഇന്നലെ കോടതി വാദം കേട്ടു. ഈ വാദത്തിൽ സർക്കാരിന് ഒട്ടും അനുകൂലമായിരുന്നില്ല കോടതിയുടെ നിലപാടുകൾ. കാരണം ഈ നിയമത്തിലെ വ്യവസ്ഥകളെ പലതും കോടതി ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ആശങ്ക കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. കോടതി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം
പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ സാധാരണഗതിയിൽ ഇടപെടാറില്ല കോടതി. പക്ഷേ അതല്ല സാഹചര്യം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ പല നിയമങ്ങളും ഭേദഗതി ചെയ്തിട്ടുണ്ട്. അത് ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന നിയമം, ഒപ്പം തന്നെ പൗരത്വ നിയമം, ഇതൊക്കെ തന്നെ ഈ മോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു സ്റ്റേ അടക്കമുള്ള നടപടികളിലേക്കോ ഇടക്കാല ഉത്തരവിലേക്കോ ഒന്നും തന്നെ കോടതി കടന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഈ വഖഫ് കേസിൽ അതല്ലായിരുന്നു കോടതിയുടെ രീതി. കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയും ചെയ്താണ് പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ച് വാദം കേൾക്കണമെന്ന് പരിഗണിച്ച് ഇന്നത്തേക്ക് അത് മാറ്റുകയായിരുന്നു. കോടതി പ്രധാനമായും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ ബോർഡ് എന്ന് പറയുന്നത് 22 അംഗങ്ങൾ ഉൾപ്പെട്ടതാണ്. അതിൽ മന്ത്രി അടക്കം 2 എക്സ് ഓഫീഷ്യകളെ അത് അംഗീകരിക്കാം. പക്ഷേ നിലവിലെ നിയമം പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവർ 8 പേർ മാത്രം എന്ന നിലയിലേക്ക് വേണമെങ്കിൽ ഒതുക്കാവുന്ന രീതി അതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദു ബോർഡുകളിൽ ഇത്തരത്തിൽ മറ്റു മതസ്ഥരെ ഉൾപ്പെടുത്തുമോ, അത് അംഗീകരിക്കുമോ എന്ന ചോദ്യം പോലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ചില ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാർ ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്രത്തിന് നൽകാനും സാധിച്ചില്ല. ഇന്ന് ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതായത് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ധാരണയുള്ള 2 പേരെ ആയിരിക്കും, അമുസ്ലിങ്ങളെ ആയിരിക്കും ഉൾപ്പെടുത്തുക എന്ന മറുപടി ആയിരിക്കും ഇന്ന് ഏതായാലും വാദത്തിൽ കേന്ദ്രം ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഈ ഭൂമി സംബന്ധിച്ചാണ്. അതായത് രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി വഖഫ് സ്വത്തല്ലാതായും മാറുമെന്ന വ്യവസ്ഥയിൽ കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നൂറ്റാണ്ടുകളായി കൈവശം വെച്ചു പോരുന്ന ഭൂമി അത് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് മാത്രം എങ്ങനെ വഖഫ് അല്ലാതാകുമെന്ന ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന് കോടതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡീനോട്ടിഫൈ അല്ലെങ്കിൽ കോടതി വഖഫാണെന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമിയോ അതിൽ തുടർ നടപടി പാടില്ല എന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, കളക്ടർമാരുടെ അധികാരം സംബന്ധിച്ച കാര്യത്തിലാണ് കോടതി വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കളക്ടർമാർക്ക് ഈ തർക്കമുണ്ടായ കേസുകളിൽ അന്വേഷണം നടത്താം, അതിലൊന്നും തെറ്റില്ല, കോടതി അക്കാര്യം അനുകൂലിക്കുകയും ചെയ്തു. പക്ഷേ ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ വഖഫ് അല്ലാതായി മാറും, അതിന്റെ സ്വഭാവം മാറും, ആ വ്യവസ്ഥയോട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങളിൽ വലിയ ആശങ്ക അല്ലെങ്കിൽ എതിർപ്പ് കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും കേന്ദ്രത്തിന്റെ വാദം നടക്കും. കേന്ദ്രം എന്തു പറയും എന്നത് ഇക്കാര്യത്തിൽ നിർണായകമാണ്. കാരണം ഇന്നലെ തുഷാർ മേത്തയ്ക്ക് അഡീഷണൽ സോളിസിറ്റർ ജനറലിന് പല കാര്യങ്ങൾക്കും മറുപടിയില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായിരിക്കും കേന്ദ്രം പറയുക എന്ന നിലപാട് നിർണായകമാണ്. അതിനുശേഷമായിരിക്കും ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി കടക്കാനുള്ള സാധ്യത. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിൽ അങ്ങനെ കോടതി കയറി ഇടപെടാറില്ല. പക്ഷേ ഇന്നലത്തെ കോടതിയുടെ രീതി വെച്ച് ഇടക്കാല ഉത്തരവിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇക്കാര്യങ്ങൾ കോടതിയുടെ ഇന്നലത്തെ പരാമർശങ്ങളൊക്കെ തന്നെ കേന്ദ്ര നിയമമന്ത്രാലയം, ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഒക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് ഈ കേസ് പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ ഈ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ മന്ത്രി അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിശദമായ യോഗം നടക്കും. അതിനുശേഷമായിരിക്കും എന്തൊക്കെ വാദങ്ങൾ നിരത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. അതനുസരിച്ചായിരിക്കും കേന്ദ്ര സർക്കാർ ഇന്ന് കേസിൽ വാദിക്കുക. ഏതായാലും 2 മണിക്ക് ശേഷമാണ് ഈ ഹർജികൾ പരിഗണിക്കുക. ഇന്നലെ അത് 2 മണിക്കൂറാണ് വാദം കേട്ടത്. പ്രത്യേകിച്ച് ഹർജിക്കാരുടെ കപിൽ സിബൽ, ഒപ്പം തന്നെ രാജേഷ് ധവാൻ, മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയവരുടെ വാദമൊക്കെ തന്നെയാണ് ഇന്നലെ കേട്ടിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു ഉത്തരവിലേക്ക് അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവിലേക്ക് കോടതി കടക്കുക. അതാണ് അത്തരത്തിലൊരു ഇടക്കാല ഉത്തരവിലേക്ക് നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന് BJP നയം നടപ്പാക്കാൻ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും കേന്ദ്രത്തിന് പിന്നീട്? ഇടക്കാല ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇടക്കാല ഉത്തരവ് ഉണ്ടാകാൻ സാധ്യത ഒരുപക്ഷെ നിയമം പൂർണ്ണമായും നടപ്പാക്കില്ല അല്ലെങ്കിൽ അതിന് ഇടക്കാല സ്റ്റേ അത്തരത്തിലേക്ക് നടപടി പോകാൻ സാധ്യതയില്ല. പക്ഷേ ചില വ്യവസ്ഥകളിലെങ്കിലും കോടതിക്ക് വലിയ എതിർപ്പുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ ബോർഡുകളുടെ മുസ്ലിങ്ങളല്ലാത്തവരുടെ പ്രാതിനിധ്യത്തിൽ വലിയ എതിർപ്പുണ്ട്. ഒപ്പം തന്നെ കളക്ടർമാരുടെ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കളക്ടർമാരുടെ അന്വേഷണം സംബന്ധിച്ച് കാര്യങ്ങളിൽ വലിയ എതിർപ്പുണ്ട്. ഇത് കൂടാതെ ഈ ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതാണ് കാര്യം. അപ്പോൾ അതിലടക്കം തന്നെ ഈ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി, അങ്ങനെ ആ കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ എതിർപ്പ് അല്ലെങ്കിൽ ആശങ്ക കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ
നിയമം നടപ്പാക്കിയതിനു ശേഷം വലിയ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലുണ്ടായി. അപ്പോൾ അതിലൊക്കെ തന്നെ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കോടതി ഒരുപക്ഷെ പൂർണ്ണമായും ഈ എല്ലാ വ്യവസ്ഥകളെയും എതിർക്കുന്ന നടപടിയിലേക്ക് പോകുമോ, അത് അല്ലാതെ ഏതെങ്കിലും ചില വ്യവസ്ഥകളിൽ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ ഭാഗികമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുന്ന നിലയിലേക്ക് കോടതി പോകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ നിയമത്തിലെ ഏതെങ്കിലും ഭാഗം സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോയാൽ തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം സർക്കാർ ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ ഇത് പാസ്സാകും അല്ലെങ്കിൽ കൊണ്ടുവരുമോ എന്നതൊക്കെ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഇതൊക്കെ മാറ്റിവെച്ചേക്കുമെന്നൊക്കെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, സർക്കാർ ധൃതി പിടിച്ച് അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് അജണ്ടയിൽ കൊണ്ടുവന്ന് ഈ നിയമം പാസ്സാക്കിയെടുക്കുകയായിരുന്നു, ബില്ല് പാസ്സാക്കിയെടുക്കുകയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷമായി മോദി സർക്കാർ ഭരിക്കുന്നു. മോദി സർക്കാർ പല ബില്ലുകളിലും ഇത്തരത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, പല നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഒരു ഇടപെടൽ, കാരണം നേരത്തെ പറഞ്ഞതാണ് കശ്മീരിന്റെ വിഷയത്തിലാകട്ടെ പൗരത്വ നിയമമാകട്ടെ ഇതൊക്കെ തന്നെ കോടതി കയറിയതാണ്. അതിലൊന്നും തന്നെ ഒരു ഇടപെടൽ ഈ രീതിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അത്തരം നടപടികളിലേക്ക് കോടതി കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുകയാണെങ്കിൽ തന്നെ വലിയ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിനും BJPക്കും. തീർച്ചയായും. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ നിർണായകമായ ഉത്തരവിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ ഏത് തരത്തിൽ സുപ്രീം കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും, ഇടക്കാല ഉത്തരവ്, പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം കൂടുതൽ ശക്തമാകുന്നു. സജി ചെറിയാൻ വെച്ച നിർദ്ദേശങ്ങളോടും മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായി യോജിക്കുന്നില്ല. ഒഴുക്ക് സുഗമമാക്കാൻ പൊഴി മുറിക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യവും സമരക്കാർ തള്ളി. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ ഉള്ള സമര മുറകളിലേക്കാണ് അവർ കടക്കുക? മാത്രവുമല്ല, ഈ മന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് തള്ളാനുണ്ടായ ഒരു സാഹചര്യം, അവരെന്താണ് അതേക്കുറിച്ച് പറയുന്നത്? ആര്യ, സമരം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നലെയാണ് മന്ത്രി സജി ചെറിയാൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ സമരസമിതി യോഗം വിളിച്ചത്. അതിൽ ഈ മണൽ നീക്കം വേഗത്തിലാക്കും, അതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് അവരെ അറിയിച്ചു. ഇപ്പോൾ സർക്കാർ ആവശ്യപ്പെട്ടത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം, ഈ പൊഴിയിൽ നിന്ന് കടലിലേക്ക്, കായലിൽ നിന്നുള്ള വെള്ളം കടലിലേക്കുള്ള ഒഴുക്ക് നിലച്ചതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി കാരണം. അവിടെ ഈ മണൽ മൂടിയതാണ് വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാനുള്ള തടസ്സമുണ്ടാക്കിയതും. അത് ഒരു വശമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം വഴിമുട്ടി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനപ്പുറത്തേക്ക് 4-5 പഞ്ചായത്തുകളെ ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. കാരണം ഈ വാമനപുരം നദിയിൽ നിന്നുള്ള വെള്ളം ഈ കടലിലെത്തി, അവിടെ നിന്ന് ഈ കടലംകുളം കായലിലെത്തി, അവിടെ നിന്ന് ഈ പൊഴിയിലൂടെ കടലിലേക്ക് പോയില്ലെങ്കിൽ 4-5 പഞ്ചായത്തുകൾ വെള്ളത്തിലാകുന്ന അവസ്ഥയുണ്ടാകും. നേരത്തെയൊക്കെ ഈ പൊഴി അടയുമ്പോൾ അഴൂർ, കടക്കാവൂർ, ചിറയൻകീഴ്, അഞ്ചുതെങ്ങ്, മംഗലപുരത്തിന്റെ ഒരു ചെറിയ പ്രദേശങ്ങൾ, ഇത്രയും ഭാഗത്ത് വലിയ വെള്ളപ്പൊക്കമാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോഴും ഈ പൊഴി അടഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും മഴ പെയ്താൽ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലേക്ക് 5 പഞ്ചായത്തുകൾ മാറും. അതുകൊണ്ട് പൊഴി മുറിച്ച് വെള്ളം ഒഴുക്കിവിടാനുള്ള സൗകര്യം ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും അതിന് അനുവദിക്കില്ല. ഈ മണൽ നീക്കത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ലഭിക്കാതെ, അതിൽ വേഗമുണ്ടാവാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൂടുതൽ വള്ളങ്ങൾ ഈ ഭാഗത്തേക്ക്, അതായത് ഈ വള്ളങ്ങൾ വരാവുന്ന അത്ര പൊഴിക്ക് മുമ്പ് വരെയുള്ള ഭാഗത്തേക്ക് വള്ളങ്ങൾ വരികയാണ്. വള്ളങ്ങൾ ഇവിടെ നിരത്തിയിട്ട് അവർ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. ഇതിനപ്പുറത്തേക്കാണ് ഈ കടലിലേക്കുള്ള വഴി. പൂർണ്ണമായും ഈ മത്സ്യബന്ധനം തടസ്സപ്പെട്ടതുകൊണ്ട് തന്നെ വള്ളങ്ങൾ ഇവിടെ നിരത്തി അവർ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നു. 10 മണിയോടുകൂടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഇവിടേക്കെത്തും. പൊഴിമുറിക്കൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ അത് തടയുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വലിയ എണ്ണം നാട്ടുകാർ, ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാ പള്ളികളുടെയും ഇടവകകളുടെ വലിയ പിന്തുണ ഈ സമരത്തിനുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞ ശേഷം കൂടുതൽ ശക്തമായ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നേരത്തെ അറിയിച്ചത്. ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന പ്രദേശവും ഇവിടെ ഒരു ഷെഡ്, സമരസമിതി ഷെഡ് കെട്ടുന്ന പ്രദേശവും ഒക്കെ യഥാർത്ഥത്തിൽ കടലാണ്. ഇവിടെ 5 അടിയെങ്കിലും ആഴം എപ്പോഴും ഇവിടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വള്ളങ്ങൾക്ക്, വലിയ വള്ളങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ സുഗമമായി
പോകാൻ കഴിയൂ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് ഇപ്പോൾ തടസ്സപ്പെട്ടത്. അതുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഇവിടെ സമരസമിതിയുടെ പ്രതിഷേധ സമരം ഇവിടെ ആരംഭിച്ചു. മിനങ്ങാന്നാണ് ഇന്നലെയാണ് ഇവിടെ കൂടുതൽ ഈ ഒരു ഷെഡ് കെട്ടി ഇവിടെ മുതലപ്പൊഴി, മണൽപ്പൊഴിയാണ് മരണപ്പൊഴി എന്നൊക്കെ എഴുതി വെച്ച ബാനറുകളുമായി ഷെഡ് കെട്ടി ഇവിടെ സമരം ആരംഭിച്ചത്. 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയാൽ തടയുമെന്നാണ് ഇപ്പോൾ സമരസമിതിയുടെ നിലപാട്. ഒരു തരത്തിലും ഇനി പിന്നോട്ടില്ല. സർക്കാരിനോട് സംയമനം പാലിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇവിടെ ഈ കടലിൽ വാഴ വെച്ചും തെങ്ങ് വെച്ചും ഒക്കെ അവർ ഇവിടെ പ്രതിഷേധിച്ചു. ഫുട്ബോൾ കളിച്ചുള്ള പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധ സമരം ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചുള്ള സമരത്തിലേക്ക് ഇവർ നീങ്ങുന്നത്. വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഇവിടെ എത്തുന്നു. അത് വള്ളങ്ങളിലെത്തിയ ആളുകളും അതുപോലെ നാട്ടുകാരും ഒക്കെ ഇവിടേക്ക് എത്തുന്നു. 10 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ പൊഴിമുറിക്കാൻ എത്തിയാൽ അത് തടയുമെന്നാണ് ഇപ്പോൾ സമരസമിതി വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക്, സമരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് സമരസമിതിയുടെ നിലപാട്. ഏതായാലും ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഈ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ട് പറയുമ്പോൾ ഇന്ന് 10 മണിയോടുകൂടി ഇവിടെ ഈ ഉദ്യോഗസ്ഥർ എത്തിയാൽ എങ്ങനെ അവർ ഇത് പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഈ ഉദ്യോഗസ്ഥർ 10 മണിയോടുകൂടി എത്തുമെന്ന് പറയുന്നു. ഈ പൊഴി മുറിക്കണമെന്നാണ് അവരുടെ അഭ്യർത്ഥന. എന്താണ് എങ്ങനെ നിങ്ങളുടെ ഒരു പ്രതികരണം? ഞങ്ങളുടെ പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പൊഴി മുറിക്കാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റൂല. ഞങ്ങൾ വളരെ കഷ്ടത്തിലും നഷ്ടത്തിലുമാണ്. ഞങ്ങൾ ഒരു 4-5 മാസം കൊണ്ട് ഞങ്ങൾക്ക് ജോലിയില്ലാത്ത രീതിയിൽ ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും പൈസകൾ ഒപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നെ സാധനങ്ങൾ, അതായത് ഞങ്ങളുടെ വള്ളവും മലയോളും ഒക്കെ പിന്നെ പുനരുദ്ധാരണം ചെയ്ത് ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ 4 മാസം കഴിഞ്ഞിട്ട് ഇനി 2-3 മാസത്തെ പണി കൊണ്ട് മാത്രമേ ഞങ്ങളുടെ കടങ്ങളും മറ്റും വീടാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ കൂട്ട ആത്മഹത്യക്ക് വിധേയരാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ പൊഴി മുറിച്ച് കിട്ടിയേ പറ്റത്തുള്ളൂ. അല്ല, പൊഴി മുറിച്ചല്ല, നമുക്ക് ഈ ഇവിടെ മണൽ നീക്കം ചെയ്തേ പറ്റത്തുള്ളൂ. ഈ പൊഴി മുറിക്കാൻ ഉദ്യോഗസ്ഥർ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു സമീപനം എന്ന്? ഞങ്ങളെ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്ന, പ്രതീകാത്മകമായി നിരത്തി വെച്ചിരിക്കുന്ന ഞങ്ങളെ തൊഴിൽ ഉപകരണങ്ങളാണിത്. ഇത് ഇവിടെ നിരത്തി വെച്ചിരിക്കേണ്ടതല്ല. ഇത് ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്തി ഞങ്ങളെ കുടുംബം ജീവിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. അവർ മുഴിക്കാൻ വന്നാൽ ഈ സാധനങ്ങൾ കൃത്യമായി മത്സ്യബന്ധനം നടത്താനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കി തന്നാൽ മൊഴി മുറിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇവിടെ ഒരു വിഭാഗത്തെ പട്ടിണിയിലാക്കി ഒരു വിഭാഗത്തിന്റെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനെ അവർ അനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന അതിന് ഒരിക്കലും ഞങ്ങൾ യോജിക്കാൻ കഴിയില്ല. പൊഴി മുറിക്കാൻ വന്നാൽ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്ത് JCB വെച്ചിട്ടേ ഒരു തൊഴിൽ ഇവിടെ പൊഴി മുറിക്കാൻ കഴിയൂ എന്നതിനകത്ത് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി, ഞങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശം, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ജോലി ചെയ്യാനുള്ള അവകാശം, ഇവിടെ ജീവിക്കാനുള്ള അവകാശം, ഞങ്ങളെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് ഇവിടെ ഞങ്ങളെ നിരസിച്ചിരിക്കുകയാണ്, ഞങ്ങളെ തള്ളിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ദിവസം കൊണ്ട് ഇവിടെ ഈ മണ്ണിന് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ സർക്കാർ ഇപ്പൊ ഈ പൊഴി മുറിക്കാൻ അടിയന്തര ആവശ്യപ്പെട്ട കാരണം എന്താണ്? ഇത് ഇന്നുണ്ടായ വിഷയമല്ലല്ലോ. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടതല്ലേ. എല്ലാ വർഷവും കൃത്യമായി 5 മീറ്റർ ആഴം ഇവിടെ നിലനിർത്തണമെന്ന് ഈ ഹാർബർ കമ്മീഷൻ ചെയ്തപ്പോഴുള്ള ഒരു ഇതാണ്. അത് മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ കുരുതി കൊടുക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് ഈ പണി. ഇതിങ്ങനെ ഉണ്ടാവുമെന്നുള്ളത് സർക്കാർ ഈ ഹാർബർ കമ്മീഷൻ ചെയ്തപ്പോഴേ അറിയാവുന്ന കാര്യമാണ്. അത് അറിഞ്ഞു വെച്ചും കൊണ്ട് മനഃപൂർവ്വം നമ്മള് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലേക്ക് അയപ്പിച്ചത് ഇപ്പൊ സർക്കാരാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ ഇവിടെ എത്തിയാത്ത അല്ലാതെ. മന്ത്രി എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് നൽകിയത് ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പൊഴി മുറിച്ചു കൊടുക്കണം. അപ്പോൾ കിഴക്കേ സൈഡിൽ കുറച്ചു പേർക്ക് ഈ കൊഞ്ച് കൃഷി നടത്തുന്നുണ്ട്. അവരുടെ കൊഞ്ച് കൃഷികൾ നഷ്ടപ്പെട്ടു പോകും. അത് ശരിയല്ല. അവര് മത്സ്യം ചെല്ലുന്നത്. അപ്പൊ ഇത് കോപ്പറേറ്റീവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരാണ്. ഇത് കോപ്പറേറ്റീവ്. ഇവിടെ കുറെ നാൾ അദാനിയെ സഹായിച്ചു. അദാനി ഈ പ്രദേശം കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കി. അദാനി അതോടെ ഇവിടുന്ന് ലെഫ്റ്റായി. ലെഫ്റ്റായിട്ട് ഇപ്പോഴും പറയുന്നത് കിഴക്ക് സൈഡിൽ ഇവിടെ ഒരുപാട് കൊഞ്ച് കൃഷികളും മറ്റു മത്സ്യകൃഷികളും ഉണ്ട്. അവരുടെ മത്സ്യങ്ങളെല്ലാം ഒഴുകിപ്പോവും. അതുകൊണ്ട് തൽക്കാലം തുറന്നു കൊടുക്കണം. ഈ 10 ദിവസത്തിനകത്ത് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ കീഴിലുള്ള, സർക്കാരിന്റെ അധീനതയിലുള്ള ഡ്രഡ്ജർ എത്തിക്കാൻ എന്തിന് 10 ദിവസം? സർക്കാർ ഇവിടെ വിഴിഞ്ഞം പോർട്ടിലും മുട്ടം പോർട്ടിലും കൂടിയായിട്ട് 3 ഡ്രഡ്ജർ കിടപ്പുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടർക്ക് കഴിയും.
2 ദിവസം മുമ്പ് ഞാൻ ജില്ലാ കളക്ടർ നേരിട്ട് സംസാരിച്ചതാണ്. ഞാൻ അവരോട് ഇൻഫോം ചെയ്തതാണ്. 2 ട്രെജർ അദാനിയുടെ പോർട്ടിലും 1 ട്രെജർ മുട്ടം പോർട്ടിലും കിടപ്പുണ്ട്. 1 മണിക്കൂർ കൊണ്ട് മേഡം നമ്മൾ കണ്ണൂർ പോകുന്നത് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാവുന്ന ഈ വിഷയം ഇത്രയും സങ്കീർണമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സുഗമമായ രീതിയിൽ ഇവിടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കാൻ വേണ്ടി മത്സ്യ ഉപകരണങ്ങൾ അപകടം കൂടാതെ അപ്പുറത്ത് പോവുകയും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടാതെ തിരിച്ചു വരാനും ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കി തരാത്ത രീതിയിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നിലോട്ട് പോകില്ല. ഇന്ന് ജില്ലാ കളക്ടറൊക്കെ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നു. വരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൊഴി മുറിച്ചുവിടാൻ വേണ്ടി വരുന്നതെന്നാണ് അറിയാൻ പറ്റത്. അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഞങ്ങളുടെ തൊഴിലുപകരണങ്ങൾ ഇവിടെ നിരത്തി വെച്ചും കൊണ്ട് പ്രതിഷേധിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ വ്യക്തമാണ്. അവരുടെ ഡിമാൻഡുകൾ വളരെ കൃത്യമാണ്. അവർക്ക് അവരുടെ ഉപജീവന മാർഗമെന്നുള്ളത് ഈ മത്സ്യബന്ധനമാണ്. അത് ഇവിടുത്തെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ കഴിയൂ. അതിനുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കാതെ ഇവിടെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ല. പൊഴി മുറിക്കാൻ സർക്കാർ പറയുന്ന ന്യായങ്ങൾ ഒന്ന് ചെമ്മീൻ കൃഷി അടക്കമുള്ളവ ഇതിന്റെ മറുഭാഗത്തുണ്ട്. മറ്റൊന്ന് ഈ 4-5 പഞ്ചായത്തുകൾ വെള്ളത്തിൽ മുങ്ങും, മഴക്കാലമായ വെള്ളത്തിൽ മുങ്ങും. അതിനു മുമ്പേ പൊഴി മുറിച്ചു മാറ്റി വെള്ളമൊഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്നും പറയുന്നുണ്ട്. അത് അനുവദിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ 10 ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവരോട് ഈ കൃത്യമായി ഈ ഡ്രഡ്ജറുകൾ എത്തിക്കാൻ 10 ദിവസ സാവകാശമാണ് ഇന്നത്തെ ചർച്ചയിൽ മന്ത്രി തേടിയത്. അഴീക്കൽ നിന്നും മറ്റും ഡ്രഡ്ജുകൾ എത്തിക്കണം, അതിന്റെ ആവശ്യമില്ല. ഇവിടെ വിഴിഞ്ഞത്തും അദാനി പോർട്ടിലും അതുപോലെ തന്നെ മുട്ടത്തുമൊക്കെ ഡ്രഡ്ജറുകളുണ്ട്. അതെത്തിച്ചാൽ തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഇവിടെ എത്തിക്കാനാകും. അതാകുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ മണൽ നീക്കം സുഖമായി. ഇപ്പോൾ 1 ഡ്രഡ്ജർ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 1 ഡ്രഡ്ജറിൽ കൊണ്ടുള്ള മണൽ നീക്കം മാത്രമാണ് നടക്കുന്നത്. അത് അത്രയധികം ഗുണം ചെയ്യുന്നില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ സർക്കാർ കണക്ക് കൂട്ടിയതിലും എത്രയോ ഇരട്ടി മണൽ ഇവിടെയുണ്ട്. അത് ഏകദേശം നമുക്കത് നേരിട്ട് കാണാവുന്നതുമാണ്. വലിയ രീതിയിൽ മണൽ മൂടിക്കിടക്കുകയാണ് ഈ പ്രദേശമാകെ. അതുകൊണ്ട് തന്നെ ഈ 1 ഡ്രഡ്ജർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലുള്ള ആ 1 ഡ്രഡ്ജർ കൊണ്ട് മാത്രം കാര്യമില്ല. കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ ശേഷിയുള്ള ഡ്രഡ്ജറുകൾ ഇവിടെ എത്തിക്കണം. അതിനാണ് സർക്കാർ സമയം തേടുന്നത്. പക്ഷേ അത്രയധികം 10 ദിവസം എന്ന വലിയൊരു സമയം നൽകാനാകില്ല. ആ ദിവസമൊക്കെ ഞങ്ങൾ പട്ടിണിയിലാണ്. ഇനിയും ഈ ജോലി ചെയ്യാതെ മുന്നോട്ട് പോയാൽ കുടുംബം കൂടുതൽ പട്ടിണിയിലാകും. ഈ ബോട്ടും ഒക്കെ വലിയ വള്ളങ്ങളും ഒക്കെ വാങ്ങുന്നവരൊക്കെ അത് പലതും കടം വാങ്ങി ചെയ്യുന്നതാണ്, ലോൺ എടുത്ത് വാങ്ങുന്നതാണ്. അതിന്റെ അടവ് മുടങ്ങും. മൺസൂൺ കാലമായാൽ മത്സ്യബന്ധനം ആ രീതിയിൽ തടസ്സപ്പെടും. അതിനു മുമ്പ് തന്നെ പരമാവധി മത്സ്യബന്ധനം നടത്തി കടങ്ങൾ തീർക്കുകയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതിന് തടസ്സമാവുകയാണ് ഇപ്പോഴത്തെ ഈ പൊഴി അഴിമുഖത്ത് മണ്ണടിഞ്ഞുകൂടിയ വിഷയം. ഇവിടെ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് കടലിലേക്കുള്ളത്. ഇവിടെയൊക്കെ വലിയ അപകടങ്ങളൊക്കെ നേരത്തെ ഈ പൊഴിയുടെ അശാസ്ത്രീയത കാരണം, അഴിമുഖത്തിന്റെ അശാസ്ത്രീയത കാരണം വലിയ അപകടമുണ്ടായ പ്രദേശമാണ്. ശക്തമായ രീതിയിൽ തിരമാല അടിച്ചും മറ്റുമൊക്കെ പ്രശ്നമുണ്ടാകുന്ന പ്രദേശമാണ്. പക്ഷേ ആ പ്രദേശമാണ് ഇപ്പോൾ ചില സമയത്ത് ടൂറിസ്റ്റുകൾ വിവരങ്ങൾ നൽകുന്നത് മുതലപ്പുഴയിൽ നിന്ന്. മുതലപ്പുഴ ദുരിതപ്പുഴയായിട്ട് കാലങ്ങൾ കുറേയായി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതുവരെ അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകമാകുന്ന തരത്തിൽ ഒരു നീക്കുപോക്കുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്നലെ നടന്ന ചർച്ചയിലും അവർക്ക് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, ജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകി. ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കുമാണ് പരാതി നൽകിയത്. ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് വിൻസി ആരോപിച്ചിരുന്നു. വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ എക്സൈസ് വിവരങ്ങൾ തേടും. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ആരാണ് നടൻ, ആരാണ് പ്രമുഖ നടൻ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി കേരളം ചോദിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു ഉത്തരം വിൻസി തന്നെ പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായ പരാതി നൽകിയിരിക്കുകയാണ് ICCക്കും ഫിലിം ചേംബറിനും. എപ്പോഴായിരുന്നു വിൻസി പരാതി നൽകിയത്? വിൻസി എന്ത് പറയുന്നു? അതായത് ഈ വിഷയത്തിൽ ആദ്യം ഇനി പ്രതികരിക്കേണ്ടത് വിൻസി തന്നെയായിരുന്നു. ആരാണ് നടൻ എന്ന രീതിയിൽ തന്നെ പല ഇടങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം
ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അമ്മ ഒരു നിലപാടെടുത്തിരുന്നു. പേര് പറഞ്ഞാൽ നടപടികളിലേക്ക് പോകാം. അതിനു മുൻപ് അവർ മറ്റൊന്നും തന്നെ ഇതിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് വലിയ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ താരസംഘടന പറഞ്ഞു വിൻസി ഇതിൽ അംഗമല്ല എങ്കിൽ കൂടി തങ്ങൾ നടപടികൾ എടുക്കും. ഒരു ഏതാണ് നടനെന്ന പേര് പറഞ്ഞു പരാതി നൽകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം എക്സൈസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വിൻസിൽ നിന്ന് ഇതനുസരിച്ച മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അവിടെയും നിർണായകമാകുന്നത് ആരാണ് എന്ന വെളിപ്പെടുത്തൽ വേണമെന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ വിൻസി തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും പങ്കുവച്ചിരിക്കുന്നു എന്നതാണ്. ഫിലിം ചേംബറിനും ICCക്കും ഇത് സംബന്ധിച്ച് വിശദമായ രീതിയിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നു. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പേരാണ് വിൻസി പറഞ്ഞിരിക്കുന്നത്. ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ് എന്നാണ് വിൻസി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പോയ വർഷം ഒക്ടോബറിലാണ് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്, അതിൻ്റെ ചിത്രീകരണത്തിൽ വെച്ചാണ് തനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായ ഈ സംഭവങ്ങൾ നടന്നതെന്ന് വിൻസി പറഞ്ഞിരിക്കുന്നു. ഔദ്യോഗികമായിട്ട് തന്നെ വിൻസി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഷൈൻ ടോം ചാക്കോയിലേക്കാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ അന്വേഷണം നീങ്ങുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിൻസി പറഞ്ഞു ഒരു നടനിൽ നിന്ന് വളരെ മോശമായ ഒരു അനുഭവം തനിക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പരസ്യമായി സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു, ഒരു വെളുത്ത പൊടി വായിൽ നിന്ന് തുപ്പിക്കളയുന്നതടക്കം താൻ കണ്ടുവെന്ന് പറയുകയും ചെയ്തിരുന്നു. ഒപ്പം അവർക്കൊക്കെ സിനിമയുണ്ട്, താനാണ് ഇപ്പോൾ അതിന് പുറത്തേക്ക് പോകുന്നത്, ഇതിൻ്റെ പേരിൽ സിനിമ ഇല്ലാതായാലും തനിക്ക് കുഴപ്പമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിൻസി വെളിപ്പെടുത്തുകയും ചെയ്തു. വിൻസി തുറന്നു പറയുകയും ചെയ്തിരുന്നു. തൻ്റെ നിലപാടിൽ ശക്തമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചു. ഈ ഫീൽഡിൽ നിന്ന് താൻ ഔട്ടായാൽ പോലും തനിക്കത് വിഷയമല്ല, തനിക്കൊരു നിലപാടുണ്ട് എന്നവർ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അമ്മയടക്കം താരസംഘടന അമ്മയടക്കം ഇതിലേക്ക് ഒരു നിലപാടെടുക്കാൻ പോലും അവർക്ക് വരേണ്ടി വന്നത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ ഒരു അഡ്ഹോക് കമ്മിറ്റി ചേർന്നിരുന്നു. അവർ വ്യക്തമാക്കിയത് പരാതി നൽകിയാൽ വ്യക്തമായ രീതിയിൽ പേര് പറഞ്ഞുകൊണ്ട്, സ്വാഭാവികമായും അത് ആ രീതിയിൽ തന്നെ വേണം, പേര് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയാൽ കൃത്യമായും നടപടികളിലേക്ക് നീങ്ങാമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇനി താരസംഘടനയ്ക്ക് അടക്കം ഇതിൽ പ്രതികരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ എക്സൈസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. കാരണം കൃത്യമായ രീതിയിൽ തന്നെയും ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. സ്വാഭാവിക നടപടികളിലേക്ക് നീങ്ങും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിൻസിയുടെ മാത്രം മൊഴിയെടുക്കുക എന്ന രീതിയിലായിരുന്നു. കാരണം മറ്റൊന്നും അവർ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇനിയിപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ അടക്കം ഇപ്പോൾ എക്സൈസിന് മുന്നിലേക്ക് എത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അന്ന് വിൻസി പറഞ്ഞിരുന്നൊരു കാര്യം, സംവിധായകനും നിർമ്മാതാവിനും എല്ലാം തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് താൻ ആ സിനിമയിൽ തുടർന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവർക്ക് ഇതെല്ലാം അനുഭവമുള്ളവരാണ് എന്ന രീതിയിൽ തന്നെയാണ് വിൻസി പറഞ്ഞു വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് അണിയറ പ്രവർത്തകരും ഇതിന് ഉത്തരം നൽകേണ്ടി വരും. അവരും എക്സൈസിൻ്റെ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം എത്തണം. അതോടൊപ്പം തന്നെയാണ് ഫിലിം ചേംബറും ICCയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നതാണ്. ഉടൻ അവർ ഈ കാര്യങ്ങൾ നേരത്തെയും അവർ വ്യക്തമാക്കിയിരുന്നത്, കൃത്യമായ രീതിയിലുള്ളൊരു പരാതി ഉണ്ടെങ്കിൽ ആർക്കെതിരെയാണ് പരാതി, ആരിൽ നിന്നാണ് ഈ ബുദ്ധിമുട്ടുണ്ടായ അനുഭവങ്ങൾ ഉണ്ടായത്, ആരാണ് സെറ്റിൽ ലഹരി ഉപയോഗിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയാൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും അവരും നടപടികളിലേക്ക് കടക്കണം. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച വ്യാപകമായ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളും അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ചില അന്വേഷണത്തിന് പോലും ചില ഘട്ടങ്ങളിൽ ഏജൻസികൾ തയ്യാറെടുത്തു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഇവിടെ എല്ലാം കൃത്യമായി പോകുന്നു എന്ന രീതിയിൽ തന്നെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു അച്ചടക്കമുണ്ട് എന്ന രീതിയിൽ തന്നെ സിനിമാ ലോകത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കഴമ്പില്ല എന്ന രീതിയിൽ തന്നെ കാര്യങ്ങളാണ് ഇപ്പോൾ വിൻസിയുടെ ഭാഗത്തു നിന്നുള്ള ഈ വെളിപ്പെടുത്തലടക്കം ഉണ്ടാകുന്നത്. കാരണം സെറ്റിൽ വെച്ച് തന്നെയും ലഹരി ഉപയോഗം താൻ കണ്ടു. ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ സജി നന്ദ്യാട്ട് നിർമ്മാതാവ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജി നന്ദ്യാട്ട്, വിൻസി പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ്. ഷൈൻ ടോം ചാക്കോ, താങ്കൾ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും സിനിമാ പ്രേക്ഷകരുമൊന്നും ഈ പേര് കേട്ട് ഞെട്ടാൻ സാധ്യതയൊന്നുമില്ല. കാരണം ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഈയിടെയായി തുടർച്ചയായി കേൾക്കുന്ന ഒരു പേര് തന്നെയാണിത്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അത് ഫിലിം ചേംബറിനെ സർക്കാർ മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് എല്ലാ യൂണിറ്റിലും എല്ലാ ലൊക്കേഷനിലും IC രൂപീകരിച്ചിട്ടുണ്ട്. ഈ ലൊക്കേഷനിൽ IC ഉണ്ടായിരുന്നു. വിൻസിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു അവിടെ വെച്ച്. ആ പരാതി IC ഉള്ള മെമ്പർമാർ വനിതകളായിരുന്നു, 3 പേർ, അവിടെ 5 പേരിൽ അവർ പ്രതികരിച്ചു. പിന്നീട് വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോഴാണ് ഈ ഒരു കാര്യം അയവിറക്കിയത്. അങ്ങനെ വന്നപ്പോൾ ഇന്നലെ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ വിൻസിയെ വിളിച്ചിരുന്നു. നമ്മുടെ ചെയർമാൻ ആയിരുന്നത് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ B സുരേഷ് കുമാറാണ്, പ്രസിഡന്റ് BR ജയിക്കു, ഞാൻ ചേംബർ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളെല്ലാം വിളിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള റാണി, ഞങ്ങളുടെ കൂടെയുള്ള വനിതാ മെമ്പർമാരെല്ലാം വിളിച്ചു. വിൻസിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ വന്നപ്പോൾ വിൻസി കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രിയിൽ
വിൻസി ഞങ്ങൾക്ക് ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി അനുസരിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാവും. ഏത് തരത്തിലുള്ള നടപടിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആസ് എ ജനറൽ സെക്രട്ടറി, കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. എങ്കിലും എന്റെ അഭിപ്രായം അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് കുറെ നാളത്തേക്കെങ്കിലും മാറ്റി നിർത്തിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നന്നായി വരാൻ, നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നന്നായി വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഒരു അവസരം കൊടുക്കണം, അങ്ങനെ മാറ്റി നിർത്തണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് കമ്മിറ്റിയാണ്, ഞങ്ങൾ അടിയന്തര കമ്മിറ്റി വിളിക്കുന്നുണ്ട്. ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു അടിയന്തര കമ്മിറ്റി വിളിക്കാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി വിളിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ശക്തമായ നടപടി എടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എല്ലാ ലൊക്കേഷനിലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി വി രാകേഷ് പറഞ്ഞ പോലെ എല്ലാ ലൊക്കേഷനിലും പോലീസ് എക്സൈസ് പരിശോധന നടത്തണം. ഞങ്ങൾക്ക് നിയമം കൈയെടുക്കാൻ അവകാശമില്ല. പക്ഷേ ഞങ്ങളിത് ഇങ്ങനെയുള്ള ലഹരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. കാരണം ഷൂട്ടിംഗ് മുടങ്ങുമ്പോൾ സാമ്പത്തികം നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക്, ഞങ്ങളുടെ ആൾക്കാർക്കാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ സുതാര്യമായിരിക്കണം. പെൺകുട്ടികൾ ആരായാലും ലൊക്കേഷനിൽ സുരക്ഷിതരായിരിക്കണം. വിൻസി ആലോചിച്ചത് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഇന്നലെ രാവിലെ മുതൽ ഞാൻ വിൻസിയൊക്കെ അറിയാം, ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ശക്തമായ നടപടിയെടുക്കും. ശ്രീ സജി നന്ദിയാട്ടെ, ഇവിടെ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ടാണ്. ഇത് ആദ്യമായിട്ടല്ല ഷൈനെ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ പേര് നമ്മൾ കേൾക്കുന്നത് എന്നുള്ളതാണ് സാഹചര്യം. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെയും താക്കീതുകളൊക്കെ നൽകിയിരുന്നതാണ്. ഇനി ഒരു താക്കീതിൽ മാത്രം ഒതുക്കേണ്ട വിഷയമാണോ ഇത്? അല്ല, ഇന്ന് താക്കീതൊന്നും കൊടുക്കുന്ന പരിപാടിയില്ല. താക്കീതൊന്നും അല്ല. അത് നിങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണുക, അടുത്ത ദിവസം കാത്തിരുന്ന് കാണുക. നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുമോ? ഞങ്ങളുടെ പ്രസിഡന്റും ചെയർമാനും എല്ലാവരും വേണമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞതിലേക്ക് അർത്ഥമില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ ശക്തമായ നടപടി. താക്കീതൊന്നും ആയിരിക്കത്തില്ല, അത് ഉറപ്പ് തരാം. ഈ സിനിമയിൽ ഉള്ള വിലക്ക് താൽക്കാലികമായി കുറച്ച് നാളത്തേക്കുള്ള ഒരു വിലക്ക് എന്നുള്ള നിലയിലായിരിക്കും അല്ലേ നടപടി? അങ്ങനെ വിലക്കെന്നുള്ളതല്ല, സഹകരിക്കാതിരിക്കുക. കാരണം കുറച്ച് നാളത്തിന് ഞങ്ങൾ വിലക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിങ്ങൾ തന്നെ വിലക്കെന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലോ. ഇതല്ലേ പ്രശ്നം. ഞങ്ങൾക്കിപ്പോ നടപടി എടുത്താൽ നിങ്ങൾ നേരെ ഞങ്ങൾക്കെതിരായിട്ട് തിരിയും. നടപടി എടുക്കാതിരുന്ന ഒന്നും വയ്യാത്ത അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും നടപടി എടുക്കും, ഉറപ്പാ. ഓക്കെ, നിയമപരമായിട്ട് ഉള്ള നടപടികൾക്ക് നിയമപരമായ നടപടി എടുക്കുന്നത് ഞങ്ങളല്ല, അത് സർക്കാരാണ്. ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരാണ്. സംഘടനാപരമായ നടപടി ഞങ്ങൾ എടുക്കും. ശരി, വളരെ നന്ദി ശ്രീ സജി നന്ദിയാട്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, എന്തായാലും സംഘടനാപരമായ നടപടി ഉണ്ടാകും, തക്കതായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഫിലിം ചേംബർ പ്രതിനിധി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ എക്സൈസ് ഏത് തരത്തിൽ ഇടപെടും ഡാനി? ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായി എക്സൈസിന് ലഭിക്കുന്ന വിവരങ്ങൾ, കാരണം നമ്മൾക്കറിയാം ഈ കേസുകളുമായി, ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന പലരും തന്നെ അവർക്ക് എവിടെയെങ്കിലും ഒരു സിനിമാ കണക്ഷനിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നു. അടുത്തിടെ ആലപ്പുഴയിലാകട്ടെ, പിന്നീട് ഇടുക്കിയിലാകട്ടെ വന്ന കേസുകളിലെല്ലാം തന്നെ ആരെങ്കിലുമായി ബന്ധം വരികയും അതോടൊപ്പം ഈ രീതിയിൽ സിനിമാ മേഖലയെ ഒന്നാകെ ഈ പുകമറയിൽ നിർത്തുന്ന രീതിയിലേക്ക് പലപ്പോഴും ചില കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സൈസ് ചില അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. ആരാണ് ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടനിലക്കാരായിട്ട് പോകുന്നത്, ആരാണ് ഇതിൻ്റെ ഉപയോക്താക്കൾ എന്നതടക്കമുള്ള കാര്യം, സ്ഥിര ഉപയോക്താക്കൾ ആരൊക്കെയാണ് എന്ന രീതിയിലുള്ള ഒരു ഡാറ്റ നിലവിൽ എക്സൈസിൻ്റെ കയ്യിലേക്കുണ്ട്. പക്ഷേ അവരിലേക്ക് എത്താനുള്ള പര്യാപ്തമായ ഒരു തെളിവുകളുടെ ഒരു അഭാവം തന്നെയാണ് പലപ്പോഴും അവരെ കുഴക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള വിൻസിയുടെ ഈ വെളിപ്പെടുത്തൽ, വിൻസിയുടെ ഈ പരാതി കൃത്യമായ രീതിയിലുള്ള ഒരു എൻട്രിക്ക് എക്സൈസിന് അവസരമൊരുക്കുകയാണ്. കൃത്യമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങാൻ, കാരണം അവർ തന്നെയാണ് അവരുടെ അനുഭവങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് നേരത്തെ വിൻസിൽ നിന്ന് വിവരങ്ങൾ തേടുക, അതനുസരിച്ച് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരുകളടക്കം വെളിപ്പെടുത്തിയതുകൊണ്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അവരെയും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കും. കാരണം വിൻസിയുടെ വെളിപ്പെടുത്തൽ അത്തരം ചില കാര്യങ്ങളുണ്ട്. കാരണം തെറ്റിലടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരും ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. അവരും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് എത്തേണ്ടതുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഈ ഒരു സംവിധായകൻ ബൈജു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു കൊട്ടാരക്കര, വിൻസി ആ പേര് പറഞ്ഞിരിക്കുകയാണ്, ഔദ്യോഗികമായ പരാതി നൽകിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയാണ് പ്രതിസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ച് സെറ്റിൽ വെച്ച് സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? അല്ല, ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് തന്നെ പല പ്രാവശ്യം എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു. അയാളെ കയ്യോടെ പിടികൂടിയതാണ്, എറണാകുളത്ത് നിന്ന് അയാളെ കയ്യോടെ പിടികൂടിയതാണ്. അതോടൊപ്പം തന്നെ ഒരിക്കലും ഈ ശ്രീനാഥ് ബാസിയും അതുപോലെ പ്രേഗമാട്ടിനെയും ഒക്കെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചതാണ്. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പേരുവിവരങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇപ്പോഴും
സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ കുറെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇവരെയൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കി എടുത്ത് പടിയടച്ച് പിണ്ടം വെക്കണമെന്ന് ഞങ്ങളുടെ സമയം കഴിഞ്ഞു. അതാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ആളുകളെ പോലും ഇതിനകത്തേക്ക് അടിമകളാക്കാതെ അല്ലെങ്കിൽ അവരെ പോലും ഇതിലേക്ക് പ്രേരിപ്പിക്കാതെ ഇവരെ പോലുള്ള ആളുകളെയൊക്കെ സിനിമയ്ക്കകത്ത് അടിച്ചു പുറത്താക്കിയാണ് വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഈ താന്തോന്നികളായിട്ട് നടക്കുന്ന കുറെ ആളുകൾ അവർ സിനിമ എന്ന് പറഞ്ഞുള്ള കാണിക്കുന്ന പേക്കൂത്തുകൾ, സിനിമ എന്ന് പറഞ്ഞ് കാണിക്കുന്ന പേക്കൂത്തുകൾ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതിന്റെ ഉദാഹരണത്തിന് ഇപ്പൊ റിലീസാവായിരിക്കുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി. 400ഓളം സിനിമകൾ റിലീസാവാതിരിക്കുന്നു. ആരാ നടനെന്നറിയില്ല, ആരാ നടിയെന്നറിയില്ല. ഇവനെ പോലുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്ന ചില സിനിമകൾ, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളും അതിന്റെ നിർമ്മാതാക്കളെ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടുത്തെ എക്സൈസും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അവരെ പരിശോധിക്കണം, അവരുടെ വീടുകൾ പരിശോധിക്കണം, അവരുടെ ഓഫീസുകൾ പരിശോധിക്കണം. കാരണം ഇവർക്കൊക്കെ എത്ര നഷ്ടം വന്നാലും ഈ പണം എവിടെ നിന്നും വരുന്നു, ഈ പണം എങ്ങോട്ട് പോകുന്നു, ഈ സെറ്റിൽ ചെലവാക്കുന്ന 5-6 കോടി രൂപയൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് വരുന്നത്, ഇതൊന്നും അന്വേഷിക്കുന്ന നാട്ടിൽ ഒരു നിയമമില്ലേ എന്ന് നമ്മളിങ്ങനെ ഈ ഓരോരുത്തർ പരാതി കൊടുക്കുമ്പോൾ മാത്രം ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ നിയമം എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് തൂക്കിയെടുത്ത് അകത്തിടണമെന്ന്, അതാണ് ആദ്യം വേണ്ടത്. പരാതി ഇല്ലതായിരുന്നല്ലോ, ഇതര എത്ര നാളും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇപ്പൊ പരാതി ഉണ്ടല്ലോ, വിൻസിയുടെ പരാതിയില്ലേ? വിൻസിയുടെ പരാതി ഷൈൻ ടോജൊക്കെ അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യണം, അതാണ് വേണ്ടത്. അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ ഇവനൊക്കെ മണി പോലെ ഉത്തരം പറയും. അതെങ്ങനെ പിടിച്ച് അകത്തിട്ടാലും ജാമ്യത്തിൽ ഇറക്കാനും സിനിമാക്കാരുണ്ട്, പണം കൊടുത്ത് സഹായിക്കാൻ സിനിമാക്കാരുണ്ട്, അടുത്ത സിനിമയിലേക്ക് ബുക്ക് ചെയ്യാനും സിനിമാക്കാരുണ്ട്, മുഖ്യധാര സിനിമാക്കാരുണ്ട്, ചില സംഘടനകളുടെ നേതാക്കന്മാർ തന്നെയുണ്ട് ഇവർക്ക് മാപ്പ് കൊടുക്കാൻ. മാപ്പിന്റെ ഹോൾസെയിൽ ഡീലേഴ്സാണ് ഇവിടുത്തെ പല സംഘടനയുടെ നേതാക്കന്മാർ മലയാള സിനിമയിലെ. ഇത് എന്താണ് ഓരോ ദിവസങ്ങളും കേട്ടോണ്ടിരിക്കുന്നത്? തങ്ങൾക്ക് നേരെ ഈ വിലക്ക് പോലുള്ള നടപടി, ആജീവനാന്ത വിലക്ക് പോലുള്ള നടപടി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ആ ഒരു ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഈ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമമൊക്കെ സിനിമാ മേഖലയിൽ കൂടുന്നു എന്നുള്ള സാഹചര്യം വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അടിസ്ഥാനത്തിലൊക്കെ ICC ഒക്കെ രൂപീകരിച്ചു. അത്തരത്തിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോയിട്ടും ഇവർക്കൊന്നും അതിനൊന്നും പേടിയില്ല. ഈ ICC-കളെയോ അതുമൂലം ഉണ്ടാകുന്ന നടപടികളെയോ ഒന്നും പേടിയില്ല എന്നുള്ളതല്ലേ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഈ ഷൈൻ ടോം ചാക്കോയെ പോലുള്ള ആളുകൾ സമാനമായ രീതിയിൽ തന്നെ സിനിമാ സെറ്റിലൊക്കെ സ്ത്രീകളോടൊക്കെ പെരുമാറാൻ ഇടയാക്കുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്, ആ റിപ്പോർട്ട് ഇന്നവരെ പുറത്തുവിടാൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞോ? ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നേ. ഇതിന് കാരണക്കാരായ ആളുകൾ ആരൊക്കെയായിരുന്നു, അതിനകത്ത് പേരുവിവരങ്ങളുള്ള ആളുകളുടെ എത്ര വലിയ കൊമ്പനാണെങ്കിലും ആ പേരുവിവരങ്ങൾ പുറത്തുവിടണം. അത് പുറത്തു വരട്ടെ, ജനം അറിയട്ടെ. കാരണം ജനത്തിന്റെ കാശ് കൊണ്ടാണല്ലോ ഇവരൊക്കെ വലിയ ആളുകളാവുന്നത്. ജനം തിയേറ്ററിൽ പോയി സിനിമ കണ്ടില്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താവും? ഒരു ജനം വിചാരിക്കുകയാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല. പിന്നെ കുറെ ഊള ഫാൻസുകാരുണ്ടാവും ഇവർക്ക് ഓരോരുത്തർക്കും. പിന്നെ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാനും കുറെ ഊളകളുണ്ടാവും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ വനിതാ തിയേറ്റർ മുമ്പിൽ ചെല്ലുമ്പോൾ കാണാം, ഓരോ പടത്തിന്റെയും പ്രിവ്യൂ ഇടുന്ന സമയത്ത് എറണാകുളത്ത് ഇടപ്പള്ളിയിലുള്ള വനിതാ തിയേറ്ററിന് മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു 150 സോഷ്യൽ മീഡിയ ആൾക്കാരുണ്ട്. 4 സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത ആൾക്കാർ പോലും ഉണ്ട്. എല്ലാം പെയ്ഡ് പ്രൊമോഷനാണ്. ഓരോ സിനിമയ്ക്കും പെയ്ഡ് പ്രൊമോഷൻ. ആ പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ പൈസ കൊടുത്തില്ലെങ്കിൽ പ്രൊമോഷൻ ഇല്ല. നെഗറ്റീവ് റിവ്യൂ ഇടും, നെഗറ്റീവ് കമന്റ് ഇടും. അതൊരു ബിസിനസ് വേറെ ലൈനില്. ഇവിടെ മര്യാദയ്ക്ക് സിനിമ ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് ഒന്ന് വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഇപ്പോൾ ഉണ്ടാവൂ. യാതൊരു സംശയമില്ല അതിനകത്ത്. ആ വിരലിലുണ്ടാവുന്ന ആളുകൾ ചെയ്യുന്ന സിനിമയെ പോലും ഇപ്പോ ഈ പേരുദോഷം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലാണ് എവന്മാരുടെയൊക്കെ ഈ പ്രവൃത്തി കൊണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ചും ഈ ലഹരിക്കെതിരെ കേരളം മുഴുവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ലഹരി ഉപയോഗിക്കരുത്. ആരോടാണ് പറയുന്നത്? പറയുന്ന ആൾക്കാരല്ല ഒരു സൈഡിൽ പറയും. പക്ഷേ ചെയ്യുന്ന ഇവരെ പോലെ ആളുകൾ ഇത് ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അതുകൊണ്ട് കാശുണ്ടാക്കുന്നു, സ്ത്രീകളെ കയറി പിടിക്കുന്നു, ലൊക്കേഷനിൽ അലമ്പുണ്ടാക്കുന്നു. ആർക്കും ഒരു പരാതിയില്ല. ഇവിടെ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ഒരു പരാതിയില്ല, ചേംബറിനും പരാതിയില്ല, ചെഫ്റ്റയ്ക്കില്ല, മാക്ടയ്ക്കില്ല, ആർക്കും പരാതിയില്ല. ഇപ്പം വിൻസി ചേംബറിനാണ് പരാതി നൽകിയിട്ടുള്ളത്. ചേംബറിന്റെ പ്രതിനിധി അല്പസമയം മുമ്പ് ശ്രീ സജി നന്ദ്യാട്ട് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര അദ്ദേഹം പറഞ്ഞത് വിലക്കാണോ എന്ന് നമ്മൾ എടുത്തു ചോദിച്ചപ്പോൾ വിലക്കല്ല, സമാനമായ രീതിയിൽ എന്തായാലും ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. ആ ഒരു വിലക്ക് ആകും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ തയ്യാറാകുന്നില്ല. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ ചേംബർ ആരാണ് ഇതിനകത്ത് നടപടി എടുക്കാൻ? ചേംബർ ആരാണ്? നടപടി എടുക്കേണ്ടത് പോലീസാണ്. ഈ പറയുന്ന ചേംബറിന് ഒരു പരാതി കൊടുത്ത് ചേംബർ ആ പരാതി പോലീസിന് കൈമാറണം. ഇല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. എന്നിട്ട് ആജീവനാന്ത വിലയ്ക്ക് തന്നെ നിർത്തണം. ഇവനൊന്നും സിനിമയിൽ വേണ്ടെന്ന്.
എന്തിനിങ്ങനെ ഈ ഇൻഡസ്ട്രിക്ക് പേരുദോഷം ഉണ്ടാക്കാൻ അവനെ പോലുള്ള ആളുകൾ? അത് നിർത്തിക്കണത്, അതാണ് വേണ്ടത്. ആ പരാതി ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് കൊടുക്കുകയാണ് ചേംബർ ചെയ്യേണ്ടത്. അല്ല കൈവച്ചുകൊണ്ടിരുന്നിട്ട് അവര് ഞങ്ങൾ നടപടിയെടുക്കും, ചേംബറോ അല്ലെങ്കിൽ അസോസിയേഷനോ ഒന്നും നടപടിയെടുക്കാനുള്ള അധികാരം അവർക്കില്ല. ആരും അവരെ അധികാരപ്പെടുത്തിയിട്ടുമില്ല. ഏതെങ്കിലും ക്രിമിനൽ കേസിലോ കഞ്ചാവ് കേസിലോ ലഹരി കേസിലോ ഇതേപോലുള്ള പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന കേസിലോ ഒക്കെ നടപടിയെടുക്കാൻ വേണ്ടി ഒരു സംഘടനകളെയും ഒരാളെ ഏൽപ്പിച്ചായിട്ട് ഭരണഘടന ഒരിടത്ത് ഞാൻ വായിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമവും ഇല്ല. അതുകൊണ്ട് അവരത് പോലീസിൽ ഏൽപ്പിക്കണം. അതാണ് ആദ്യം ചെയ്യുന്നത്. പോലീസിൽ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും കൃത്യമായൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സംഘടനാപരമായ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പേരിന് ഒരു നടപടിക്ക് ഈ വിഷയവും ഒതുക്കി തീർക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? 101% അത് തന്നെയായിരിക്കും. സജീവനായിട്ടാരാണ് ഇവിടുത്തെ DGP സംഘടനാപരമായ നടപടി എടുക്കാനായുള്ളവർ എന്ത് നടപടിയെടുക്കുന്നത്? കൂടിപ്പോയ നടപടിയെടുക്കും. അയാളെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോഴേക്കും സിനിമയിലെ വേറെ ചില നേതാക്കന്മാർ വരും. അവർക്ക് മാപ്പ് കൊടുക്കാം, ഇത്ര നാൾ പുറത്തു നിർത്തിയില്ലേ എന്ന് പറഞ്ഞ് മാപ്പ് കൊടുക്കാൻ മതി. കുറെ ആളുകൾ പുറത്തു വരും. അതോടെ വീണ്ടും സിനിമയിൽ സജീവമാവും. തറയിൽ കിടന്നും ഇരുന്നും ചരിഞ്ഞും ഒക്കെ ഇന്റർവ്യൂ കൊടുക്കും. സോഷ്യൽ മീഡിയ പ്രൊമോട്ടേഴ്സ് അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ പോകുന്നത് കണ്ടോ, അവൻ നടക്കുന്നത് കണ്ടോ, അവൻ ഇരിക്കുന്നത് കണ്ടോ, അവന്റെ തൊപ്പി കണ്ടോ, അവന്റെ മൂക്ക് കണ്ടോ. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ കാര്യങ്ങളെ കുറിച്ച്. ഇതെല്ലാം എടുത്തിട്ടിട്ട് പിന്നെ അവസാനം ചെയ്യുന്ന എന്താ? അവരെ വീണ്ടും സജീവമാക്കും. വീണ്ടും ഈ കച്ചവടം ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു ആർജവമുള്ള സർക്കാരാണെന്നാണല്ലോ അവകാശപ്പെടുന്നത് പിണറായി വിജയൻ സർക്കാർ. എന്തുകൊണ്ട് ഈ ലഹരിക്കെതിരെ ശ്രീമാൻ പിണറായി വിജയൻ പോലും വളരെ ശക്തമായി പറഞ്ഞു, ലഹരിക്കെതിരെ ഞങ്ങൾ വളരെ ശക്തമായി നടപടിയെടുക്കുമെന്ന് പറയുന്നു. എന്തുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ന്യൂസ് 8 തന്നെ ഞാനിപ്പോ ഏതാണ്ട് 6ാമത്തെ 7ാമത്തെ ചർച്ചയാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഈ ലഹരിക്കെതിരെയുള്ള ചർച്ചയ്ക്ക് വരുന്നത്. അങ്ങനെ ഓരോ ചാനലുകളും. അപ്പൊ അത് ഈ കാര്യങ്ങൾ നടക്കുമ്പോ ഇതിനെതിരെ നടപടി എടുക്കാതെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 10 പൂട്ടിയിട്ടിട്ടും കാര്യമില്ല. അതിനെ ഒരു ലോക്കൽ നേതാവോ ഒരു സംസ്ഥാന നേതാവോ ഒന്നും പൂട്ടിയിട്ടത് കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിന്റെ പങ്കുപറ്റുന്ന ആളുകൾ ഇതിനകത്ത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും വളരെ സജീവമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്ര നിർവ്യാജം നടക്കുന്നത്. ഈ ഇടയ്ക്കില്ലേ ഒരു തസ്ലീം പറഞ്ഞ ഒരു പെണ്ണെ 2 കിലോ എത്ര 2 കോടിയുടെ കഞ്ചാവുമായിട്ട് പിടിച്ചത്, ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടിച്ചത്. അതിനകത്തും പറഞ്ഞല്ലോ 2 താരങ്ങൾക്ക് കൊടുക്കുന്നു. അതിനകത്ത് ശ്രീനാഥ് ബാസിയുടെയും ഷൈൻഡോൺ ചാക്കോയുടെയും പേര് അവർ പറഞ്ഞില്ലേ? ഇപ്പൊ വിൻസി പറഞ്ഞില്ലേ? നേരത്തെ അറസ്റ്റ് ചെയ്തില്ലേ? പ്രേഗമാട്ടിനോടൊപ്പം ശ്രീനാഥ് ബാസിയെ പിടിച്ചില്ലേ? ഇതൊക്കെ എന്താ ഞാൻ ചോദിക്കുന്നത്? എന്നിട്ടും ഇവരിങ്ങനെ സാഹൂതം ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നടക്കുന്നെങ്കിൽ അത് ഈ ഇൻഡസ്ട്രിയുടെ കഴിവുകേടാണ്, മലയാള സിനിമയുടെ കഴിവുകേടാണ്. അല്ലെങ്കിൽ യവനെ പോലെയുള്ള ഈ ആളുകളെ പേടിയാണ് ഇവർക്ക്. മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് പേടിയാണ്. അതിന് പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടാവും. അല്ലെങ്കിലൊന്നും ഇതിങ്ങനെ നടന്നു പോകില്ല, 100% ഉറപ്പാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, കഴിഞ്ഞ ദിവസം വിൻസി പേര് പറയാതെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടെയും വിൻസിയൊക്കൊപ്പം ഉണ്ടാകുമെന്ന് ഇന്നലെ അമ്മ അറിയിച്ചിരുന്നു. ചിലപ്പോൾ ആ ഒരു ധൈര്യത്തിന്റെ പുറത്തായിരിക്കാം വിൻസി ഇന്ന് ഈ പരാതിയുമായി മുന്നോട്ട് നീങ്ങിയത്. അമ്മയുടെ നടപടിയിൽ താങ്കൾ ഏത് തരത്തിലാണ് പ്രതീക്ഷ വെക്കുന്നത്? അമ്മയൊന്നും ഒരു നടപടി എടുക്കുന്നില്ലെന്നേ. അമ്മ നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയിലേക്ക് മിക്കവാറും ഇപ്പോൾ ഉള്ള അംഗങ്ങളുടെ ചിലപ്പോൾ ഒരു അംഗസംഖ്യ ഒരുപാട് ചുരുങ്ങും. കാരണം ഇത് ലഹരി ഉപയോഗിക്കാതെ ലൊക്കേഷനൊക്കെ വരുന്നവർക്കെതിരെ നടപടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ എന്ന സംഘടനയുടെ അംഗസംഖ്യ ഒരുപാട് ചുരുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് അതിനകത്ത് ലോബി ആയിട്ട് പിടിമുറുക്കിയിരിക്കുന്ന ചില ആളുകൾ, പല ലോബികളാണ്. അങ്ങനെ പിടിമുറുക്കിയിരിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും അവര് പുറത്താക്കാനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനോ ഇവരൊന്നും ചെയ്യില്ല. ഇപ്പൊ വിൻസിക്ക് സപ്പോർട്ട് കൊടുക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിജീവിതയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിക്കെന്താണ് അവരെന്താണ് കൂടെ നിൽക്കായിരുന്നത്? കൂടെ നിൽക്കുമെന്നുകൊണ്ട് എന്തായി? ഒരുപാട് അപ്പോസ്റ്റലന്മാരുണ്ടല്ലോ അതിനകത്ത്. ഘോരം പ്രസംഗിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, BJPക്കാരുണ്ട്, എത്രയോ പാർട്ടിക്കാരുണ്ട്. അവിടെ രാഷ്ട്രീയമല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോ അവർക്ക് കൊടുക്കാനുള്ള സഹായമാണ് ചെയ്തു കൊടുക്കേണ്ടത്. ആദ്യം ഒന്നുമില്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന പണിയെങ്കിലും കാണിക്കണം. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ നടപടിയെടുക്കും, ഞങ്ങൾ ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യും എന്ന് പറഞ്ഞ് ഏതെങ്കിലും ക്യാമറ കാണുമ്പോൾ വിളിച്ചു പറയുന്നതല്ല ഒരു സംഘടനാ പ്രവർത്തനം എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അത് അമ്മയായാലും വെഫ്കയായാലും ആക്ട് ആയാലും ആരായാലും ശരി, ക്യാമറ കാണുമ്പോൾ മാത്രം വിളിച്ചു പറയുന്ന അല്ല സംഘടനാ പ്രവർത്തനം. ഈ ഫിലിം ചേംബർ ഇപ്പൊ ഇത് പോലീസ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പലരും ഇത് പോലീസ് കൊടുക്കാൻ തയ്യാറാവും.
DGPക്ക് ഇത് പരാതി കൊടുക്കാനും ഇതിന് കേസെടുപ്പിക്കാനും തയ്യാറാവും. അതും കൂടെ ചേംബർ ഓർത്താൽ നന്ന്. ശരി, വളരെ ചേംബർ നന്ദി നടപടിയല്ല ഇവിടെ ആവശ്യം. ബൈജു കൊട്ടാരക്കര ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. എന്നാലും നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയിരിക്കുകയാണ്. ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കുമാണ് പരാതി നൽകിയിട്ടുള്ളത്. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഇതേപോലെ എത്രയെത്ര കേസുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വന്നിട്ടുള്ളത്. ഈ അടുത്ത് കഴിഞ്ഞ മാസമാണ് തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന ഒരു യുവതിയെ എക്സൈസ് പിടികൂടുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ലഹരി വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അവരുടെ ചാറ്റൊക്കെ എക്സൈസിന്റെ കയ്യിൽ കിട്ടിയിരുന്നതാണ്. ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമല്ലേ? അത് ഏതാണ്ട് അത് തന്നെയാണ്. കാരണം ഇതിലൊരു പരാതി വന്നതുകൊണ്ടോ മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നത് കൊണ്ടോ ഇത് അവസാനിക്കാതെ മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രതിയായിരുന്ന ലഹരി കേസ് കൊച്ചിയിലുണ്ടായിരുന്നു. അവർക്കെല്ലാം വിടുതൽ നൽകിയിരുന്നു. പക്ഷെ അതിനുശേഷം ആ വിചാരണ കോടതി നിശ്ചിതമായ രീതിയിലുള്ള വിമർശനം അഴിച്ചുവിട്ടിരുന്നു. അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. ആ കേസ് കൃത്യമായ രീതിയിൽ അന്വേഷിച്ചില്ല, തെളിവുകൾ സമാഹരിച്ചില്ല, വസ്തുതാപരമായ പരിശോധന നടത്തില്ല. അതായത് അതിൽ എന്തൊക്കെയോ വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രതികൾക്കടക്കം വിടുതൽ കിട്ടിയത് എന്ന രീതിയിൽ തന്നെ തെളിവുകളുടെ വേണ്ടത്ര സമാഹരണമില്ലാതെ പോയതുകൊണ്ട് മാത്രമാണ് ആ കേസ് മറ്റൊരു രീതിയിലേക്ക് തിരിഞ്ഞതെന്ന് വിചാരണ കോടതി അടക്കം പറയേണ്ട ഒരു രീതിയിലേക്ക് വന്നു. അത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളാണ്. ഈ രീതിയിലുള്ള അന്വേഷണ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവർക്കെല്ലാം പുറത്തേക്ക് പോകാൻ കഴിയുന്നു എന്ന ധ്വനി കൂടി ഈ വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ വിടുതൽ പോലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി അതിൽ വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാവുകയും അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം എന്നറിയില്ല. എങ്കിലും വിചാരണ കോടതിക്ക് ബോധ്യം വന്ന കാര്യങ്ങൾ കൂടി അന്ന് പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ രീതിയിൽ സിനിമാ മേഖലയിൽ തന്നെ ചൂഴ്ന്ന് നിൽക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ലഹരി വരുന്നത്. സിനിമയാണോ ലഹരി, സിനിമയ്ക്കകത്താണോ ലഹരി എന്നതാണ് ഈ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നത്. എന്തായാലും ബൈജു കൊട്ടാരക്കര നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയണം. സിനിമാ സംഘടനകൾക്ക് അതിന് കഴിയില്ല എന്ന് അദ്ദേഹത്തെ പോലുള്ള സിനിമാ സംഘടനയ്ക്ക് അകത്തുള്ളവർ തന്നെ പറയുന്നു. ഏത് രീതിയിലാണ് അത് നടപ്പാക്കാൻ കഴിയുക? അങ്ങനെ ഒരു ചിട്ടവട്ടങ്ങളൊന്നും അവിടെയില്ല. വേണ്ടത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംസ്ഥാനത്തുള്ള നിയമ സംവിധാനങ്ങളിലൂടെ തന്നെ പോകേണ്ടതാണ്. വിൻസി പറഞ്ഞതിൽ ലഹരി ഉപയോഗം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികളിലേക്ക് പോകാവുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വകുപ്പുകളെല്ലാം തന്നെ ഇതിലേക്ക് വരാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഷോൾ ശരിയാക്കാൻ, ചുരിദാറിൻ്റെ ഷോൾ ശരിയാക്കാനായിട്ട് ചെന്നു. അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ടത് പരാതി തന്നെയാണ്. മറ്റ് ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം മറ്റ് പല വകുപ്പുകളും കൂടി വരുന്നതാണ്. പോലീസിനടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ അവരെ മൊഴിയെടുത്ത നടപടികളിലേക്ക് നീങ്ങാവുന്നതാണ്. എന്തായാലും ഇനി അടുത്ത ഘട്ടം ഇപ്പോൾ സിനിമാ സംഘടനകൾ വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ യോഗം ചേർന്ന് മറ്റു കാര്യങ്ങൾ വിലയിരുത്തും. സിനിമാ മേഖലയിൽ എന്താ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇവർക്ക് ഈ നടനെതിരെ തന്നെയും ഏത് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത്. മറ്റൊന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞ സുപ്രധാനമായൊരു കാര്യമാണ്. ഫിലിം ചേംബർ തന്നെ ഈ പരാതി പോലീസിന് കൈമാറുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. വിൻസിക്ക തന്നെയല്ലാതെ ഫിലിം ചേംബർ, ഈ സിനിമാ സംഘടനയ്ക്ക് ഫിലിം ചേംബറാണ് ഇതിൻ്റെ ഒരു മേൽക്കൈയുള്ള ഒരു സംഘടനാ സംവിധാനം എന്ന് പറയുന്നത്. അവർക്ക് തന്നെ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് തന്നെ നേരിട്ട് പരാതി നൽകുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം അവർ മുതിരുമോ എന്നതാണ് നമ്മൾ ഇനി കാണേണ്ടത്. ഏതായാലും വരും ദിവസങ്ങൾ മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് കൃത്യമായ രീതിയിലുള്ളൊരു പരാതി വന്നിരിക്കുന്നത്. ഇനി എന്ത് നടപടിയാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വിൻസിയോടും സഹപ്രവർത്തകയോടും ഷൈൻ ടോം ചാക്കോ വളരെ മോശമായി പെരുമാറിയത്. അതിൽ ഔദ്യോഗികമായി തന്നെ പരാതിയുമായി നീങ്ങുകയാണ്. ഫിലിം ചേംബറിനും ICCക്കും പരാതി നൽകിയിരിക്കുന്നു. ഇനി എന്ത് നടപടി ഈ സിനിമാ സംഘടന ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ? ദീദി ദാമോദരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ദീദി ദാമോദരൻ, ഔദ്യോഗികമായ പരാതിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് വിൻസി. പേരും വെളിപ്പെടുത്തിയിരിക്കുന്നു. ICCക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നടപടി ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ പ്രതീക്ഷിക്കണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നമ്മൾ വളരെ സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ സാഹചര്യം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ ഏതായാലും എനിക്ക് തോന്നുന്നു സിസ്റ്റം ഇസ് ഓൾമോസ്റ്റ് ഇൻ പ്ലേസ്. സിനിമയ്ക്കും
നിയമം ബാധകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഇതിന്റെ ഏതെങ്കിലും വീണ്ടും ഇടനാഴിയിൽ വെച്ചിട്ട് അത് ഒഴിവാക്കപ്പെടുമോന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരാള് മുന്നോട്ട് വരികയും പേര് പറയുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷ്യങ്ങളുടെ കുറവൊന്നുമല്ല മലയാള സിനിമയിൽ എന്താ നടക്കുന്നത് എന്ന് ആൾക്കാർക്ക് അറിയാം. എത്ര വേണമെങ്കിലും സാക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവർ പോലും വളരെ സിലക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊഴി കൊടുപ്പായിരുന്നു എന്ന മട്ടിൽ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും തള്ളിക്കളയാനുള്ള ശ്രമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു പരാതി വന്നാൽ ആ സിനിമയ്ക്കകത്ത് ആ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു IC വേണമെന്ന് ഇപ്പൊ എന്തായാലും ആൾക്കാർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. IC എന്താണ് ചെയ്യേണ്ടത് എന്നവർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. WCC ഒരു കേസ് കൊടുത്തതിനെ തുടർന്നിട്ട് വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നമുക്കൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഏതായാലും സിസ്റ്റം ഇസ് ഓൾമോസ്റ്റ് ഇൻ പ്ലേസ് എന്നല്ല, ഇത്തിരി ശുഭകരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നതെന്ന് തോന്നുന്നു. ഈ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമാണ്. ഈ സംഘടനകളുടെ നടപടിയിലൊക്കെ വിശ്വാസമുണ്ടോ? എന്ത് നടപടി എടുക്കും എന്നത് അവരെ അക്കൗണ്ടബിൾ എങ്കിലും ആയല്ലോ. നടപടി എന്തെടുക്കുന്നു, ഇവിടുത്തെ വളരെ ഇതിലും വലിയ മറ്റ് സിനിമയ്ക്ക് പുറത്തുള്ള കേസുകളും ഒക്കെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ബാധകമായിരുന്നില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് ഇത് നിയമവിധേയമായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു ഇൻഡസ്ട്രിയാണ് എന്നെങ്കിലും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ദീദി ദാമോദരൻ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും സിനിമാ സംഘടനയിൽ നിന്നടക്കം ഏത് തരത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് നിയമപരമായി കൂടി നീങ്ങാൻ പോലീസിലേക്ക് ഈ പരാതി കൈമാറാനടക്കം സിനിമാ സംഘടനകൾ തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി താരസംഘടന അമ്മ രംഗത്തെത്തിയിരുന്നു. വിൻസിയുമായി അമ്മ ഭാരവാഹികൾ സംസാരിച്ചു. പേര് വെളിപ്പെടുത്തണം എന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നടൻ അമ്മ ഭാരവാഹിയാണെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് അമ്മ അഡ്ഹോക് കമ്മിറ്റി അംഗം ജയൻ ചേർത്തലയും വിനു മോഹനും ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നടി വിൻസി അലോഷ്യസ് ആ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായ പരാതി നൽകിയിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ സിനിമാ സെറ്റിൽ സൂത്രവാക്യം എന്ന സിനിമാ സെറ്റിൽ തനിക്കും പ്രവർത്തകയ്ക്കും നേരെ ലഹരി ഉപയോഗിച്ച് വളരെ മോശമായി പെരുമാറിയത് ഷൈനാണ് എന്നുള്ളതാണ് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിം ചേംബറിനും ICക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, വാർത്ത കൂടി പുറത്തു വരുന്നത്, ഇന്നലെ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടത്തിയ റെയ്ഡിനിടയിൽ, ഡാൻസ് ഓഫ് സംഘം നടത്തിയ ഒരു റെയ്ഡിനിടയിൽ ആ ഹോട്ടലിലെ 3ാമത്തെ നിലയിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയതായി ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, പരാതികൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. വിൻസി ഈ പേര് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോ പോലീസിനെ കണ്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നത്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത്. അവിടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട്, ലഹരി വിൽപ്പനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെയും ഡാൻസ് ഓഫ് സംഘത്തിന്റെയൊക്കെ നിരന്തരമായ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത്തരത്തിലൊരു പരിശോധനയ്ക്കായി പോലീസ് എത്തിയ സമയത്താണ് ഷൈൻ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയാണ് ഈ സംഘം പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത്. ഈ നടനെതിരായ നടനും അതോടൊപ്പം തന്നെ ഏതാനും ചിലരും സിനിമാ മേഖലയിൽപ്പെട്ടവരും ഇതിൽ ഇവിടെയുണ്ട്, ഈ ഹോട്ടലിലുണ്ട്. ഇവരുടെ ഒരു ലഹരി ഉപയോഗത്തെ കുറിച്ച് കൃത്യമായ ഒരു വിവരം കിട്ടിയതിനു ശേഷമാണ് പോലീസിന്റെ ഡാൻസ് സംഘം ഇവിടേക്ക് എത്തുന്നത്. ഇത് 3ാം നിലയിലായിരുന്നു ഈ നടൻ ഉൾപ്പെടുന്ന ഈ സംഘം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പോലീസിന്റെ സാന്നിധ്യം അത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അവിടെ നിന്ന് കടന്നു കളഞ്ഞതായാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഇന്നലെ മുതൽ തന്നെ ഈ രീതിയിലേക്കുള്ള ഒരു പരിശോധനകളിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടന്നിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും നടനും സംഘവും ഇവിടെ നിന്ന്
കടന്നു കളഞ്ഞു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. കൃത്യമായ ഒരു വിവരം ഇവരെക്കുറിച്ച് തന്നെ ലഭിച്ചിരുന്നു. ഈ സംഘത്തെക്കുറിച്ച് ലഭിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഈ ലഹരി വിരുദ്ധ സ്ക്വാഡ് ഈ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കം കടന്നത്, പരിശോധനയിലേക്ക് അടക്കം കടന്നത്. എന്നാൽ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പോലീസ് പരിശോധനകൾ ശക്തമാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് സൂചനയുള്ളത്. കൃത്യമായ രീതിയിലേക്ക് പോലീസിന്റെ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ വിൻസി നൽകിയ ഒരു പരാതിയുടെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമല്ല, കൃത്യമായി ഈ മേഖലയിൽ ലഹരി ഉപയോഗം സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള വിശദാംശങ്ങളടക്കം പരിശോധിക്കുന്നു. ഇതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയിലേക്ക് പോകുന്നത്. ഇന്നലെ കൊച്ചിയിലെ ഹോട്ടലിൽ ഇങ്ങനെ ഒരു സംഘമുണ്ട്, അതിൽ ഈ ഷൈൻ ടോം ചാക്കോ അടങ്ങുന്നവരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള ഒരു വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ പരിശോധനയിലേക്ക് കടക്കുന്നത്. പക്ഷേ പോലീസിന്റെ നീക്കം അറിഞ്ഞതിനെ തുടർന്ന് ഈ പോലീസിന്റെ പരിശോധനകളെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയതിനെ തുടർന്ന് ഇവർ ഈ സംഘം ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും പോലീസ് വീണ്ടും പരിശോധനകളിലേക്ക് തന്നെ തുടരുന്നു. അതായത് ലഹരി ഉപയോഗിക്കുന്ന സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്നവരെ കൃത്യമായ ഒരു വിവരങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഡാനി, ഒരു കാര്യം കൂടി, അതായത് ഈ വിൻസി നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണോ ഷൈൻ ടോം ചാക്കോയെയും സംഘത്തെയും തേടി ഇറങ്ങിയത്, അതോ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണോ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പോലീസ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ലഹരി ഉപയോഗിക്കുന്നവരെ കൃത്യമായ ഒരു വിശദാംശങ്ങൾ തേടിയുള്ള അന്വേഷണത്തിൽ തന്നെയുണ്ട്. കാരണം നമുക്കറിയാം, ഈ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ അടുത്തിടെ മൂവാറ്റുപുഴയിലും പിടിക്കപ്പെട്ട ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുകളുണ്ട്, ഈ ഹാഷിഷ് ഓയിലുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഇവരിലെല്ലാം തന്നെ കൃത്യമായി ഈ സിനിമാ മേഖലയുമായിട്ട് കൃത്യമായ ഒരു ലിങ്ക് ഇവർക്കുണ്ട് എന്നൊരു ബോധ്യം പോലീസിനും എക്സൈസിനും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ആർക്കൊക്കെ വേണ്ടി വിളിക്കുന്നു, ആരെയൊക്കെയാണ് സമീപിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ വിളിക്കുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. ആലപ്പുഴ കേസിലടക്കം ശ്രീനാഥ് ബാസിക്കെതിരെ അടക്കമുള്ള ഒരു ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് പിൻവലിക്കുകയും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു നെക്സസ് ഇതിനകത്തുണ്ട്, പലരുമായിട്ട് ബന്ധമുള്ളവർ തന്നെയാണ്. ഈ പല നടന്മാർക്കും ഈ സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നത് ആ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇങ്ങനെ ചില ലഹരി ഇടപാടുകാരെ കൂടി കണക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നടത്തിയ പരിശോധനയുണ്ടായത്. ആ പരിശോധന വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഈ നടൻ ഉൾപ്പെടുന്ന സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഓക്കെ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. ഡാനിയിലേക്ക് അതിവേഗം തന്നെ മടങ്ങിയെത്താം. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി അടക്കം ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി അപർണ കുറുപ്പ് ഉടൻ ചേരും ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം.